5 എന്ന് പറയുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബുധൻ്റെ സംഖ്യയാണ്. മെർക്കുറി. അപ്പോൾ ഈ ബുധൻ്റെ സംഖ്യ എന്ന് പറയുമ്പോൾ 5, 14, 23. അപ്പോൾ ഈ ജന്മസംഖ്യ ഈ ഡേറ്റിൽ ജനിച്ചവരെല്ലാം 5 എന്ന് പറയുന്നത് ബുധൻ്റെ ജന്മസംഖ്യയുള്ളവരാണ്. ഇവർ ഒരു പരിധി വരെ ബുധൻ നമ്മുടെ ജാതകത്തിൽ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് വലിയ രീതിയിൽ കയറിപ്പോകും. അപ്പോൾ ഗണിതമായിട്ട് ബന്ധപ്പെട്ട ജോലി, അതായത് ബാങ്കിങ്, ഫൈനാൻസ് സ്ഥാപനങ്ങൾ നടത്തുക, വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ഗണിതം, അധ്യാപനം, ലേഖനവൃത്തി, വലിയ എഴുത്തുകാർ, ഇതൊക്കെ ഈ 5 ജന്മസംഖ്യ ഉള്ളവരായിരിക്കും. 5 ഞാൻ ഉദ്ദേശിച്ചത് 5, 14, 23 അപ്പം ഈ ബുധൻ എന്ന് പറയുന്ന സംഖ്യ ഈ 5 ജന്മസംഖ്യയുള്ളവർ വളരെ സൗമ്യരായിരിക്കും. കാണാൻ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും. കറുത്തതാണെങ്കിലും കാണാൻ സൗന്ദര്യമുള്ളവരായിരിക്കും. വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതിയിൽ പോകുന്നവരായിരിക്കും. ഇനി വിദ്യ കിട്ടിയില്ലെങ്കിലും അവർക്ക് പല വിധത്തിലുള്ള അറിവുകളൊക്കെ കിട്ടും. ഇപ്പം ചില മീനൻ രാശിയിൽ ബുധൻ നീചമുഖ രാജയോഗം ഉണ്ടെന്ന് പറയുമ്പോൾ ബുധൻ നീചത്തിൽ നിൽക്കുന്ന ജാതകക്കാരനാണെങ്കിൽ നീചഭംഗ രാജയോഗം ഉണ്ടെങ്കിൽ ഈ ജന്മസംഖ്യ 5 ജന്മസംഖ്യയായിട്ടുള്ളവർ ഭയങ്കര അറിവുള്ളവരായിരിക്കും. ഒരുപക്ഷെ പഠിത്തമൊക്കെ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ കുറവായിരിക്കും. ഒരുപക്ഷെ വല്ല +2 അല്ലെ പഴയ പ്രീ ഡിഗ്രിയോ, ഒരുപക്ഷെ അത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ അറിവ് അപാരമായിരിക്കും. പലവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാനും ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്യാനും. കണ്ടിട്ടില്ല, ഈ മാർക്കറ്റിങ്ങിനൊക്കെ പോകുന്ന പലരും ഭയങ്കര രീതിയിലൊക്കെ സംസാരിച്ച് ആൾക്കാരെ കൺവിൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർ ബുധൻ്റെ ജന്മസംഖ്യയുള്ള 5 ഉള്ളവരായിരിക്കും.